ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ഫോർമാറ്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നിങ്ങൾക്കറിയാം 3 ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ആണ് ഉള്ളത്. ഒന്ന് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ദെൻ ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. ഈ 3 ആക്ടിവിറ്റീസിൻ്റെയും എമൗണ്ടുകൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് ഇൻക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് കിട്ടും. ഇതിൻ്റെ കൂടെ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് കിട്ടണം. അപ്പോഴാണ് നമ്മളുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായി നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റ്. ഇതിനകത്ത് ഓരോ ആക്ടിവിറ്റീസും എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വരും എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ പാർട്ട് 1 കണ്ടിട്ട് വേണം ഇത് നോക്കാനായിട്ട്. ഓക്കെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഒരു എക്സസൈസിലെ പ്രോബ്ലം എടുത്തിട്ട് ചെയ്ത് നോക്കാൻ പോവാണ്. അതിനായി ഞാൻ എടുത്തേക്കുന്ന ചന്ദ് പബ്ലിക്കേഷൻ എന്ന ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 5.57 11th എക്സസൈസ് ആണ് നമ്മൾ ഇന്ന് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ബാലൻസ് ഷീറ്റാണ്. 2 ഇയറിലെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. 2016ലെയും 2017ലെയും ബാലൻസ് ഷീറ്റാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ കുറച്ച് അഡീഷണൽ ഇൻഫോർമേഷൻസും കൂടെ ഉണ്ട്. ഇതിൽ നിന്ന് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഇനി ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞല്ലോ 3 ആക്ടിവിറ്റീസ് ആണ് ഇതിനകത്ത് ഉള്ളത്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് വർക്കിംഗ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. അതായത് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ചെയ്ത പോലെ അതേപോലത്തെ വർക്കിംഗ് നോട്ട്സ് നമുക്ക് ഇതിനകത്ത് പ്രിപ്പയർ ചെയ്യണം. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് വർക്കിംഗ് നോട്ട്സ്. ഫിക്സ്ഡ് അസറ്റ് അക്കൗണ്ടും അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ അക്കൗണ്ടും ആണ് ഞാനിവിടെ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അക്കൗണ്ടുകൾ ആഡ് ചെയ്യാം. അത്യാവശ്യം വേണ്ടത് ഇത് രണ്ടുമാണ്. ഇപ്പോൾ ഫിക്സ്ഡ് അസറ്റ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് നോക്കാം. ഫിക്സ്ഡ് അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ്. അതുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതി, ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ എഴുതി. ദെൻ ഡിപ്രിസിയേഷൻ, അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ, നമുക്ക് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ അക്കൗണ്ടിൽ നിന്ന് ടു ഫിക്സ്ഡ് അസറ്റ് 10,000 കിട്ടും. അതും എഴുതി. അങ്ങനെ ബാലൻസ് ചെയ്യുമ്പോഴേക്കും 2 ക്യാഷ് പർച്ചേസ് എന്ന് പറഞ്ഞ് നമുക്ക് വരും. ഇതാണ് നമുക്ക് വരുന്ന ബാലൻസിങ് ഫിഗർ. അങ്ങനെ ഫിക്സ്ഡ് അസറ്റ് അക്കൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബാലൻസിങ് ഫിഗർ കിട്ടും. ഡെബിറ്റ് സൈഡാണ് വന്നേക്കണേ എന്നുള്ളതുകൊണ്ട് ഇത് പർച്ചേസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ദെൻ വരുന്നത് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ അക്കൗണ്ടാണ്. ഈ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും നമുക്ക് ബാലൻസ് ഷീറ്റിൽ നിന്ന് കിട്ടും. ഇത് ക്രെഡിറ്റ് ബാലൻസ് ആയതുകൊണ്ട് ക്രെഡിറ്റ് സൈഡാണ് ഓപ്പണിംഗ് ബാലൻസ് വരുന്നത്, ഡെബിറ്റ് സൈഡാണ് ക്ലോസിംഗ് ബാലൻസ് വരുന്നത്. പിന്നെ ഫിക്സ്ഡ് അസറ്റിൻ്റെ 10,000 നമുക്ക് അഡീഷണൽ ഇൻഫോർമേഷൻ എന്നാണ് കിട്ടുന്നത്. അത് ബാലൻസ് ചെയ്ത് കഴിയുമ്പോൾ ബൈ P&L അക്കൗണ്ടിൽ നിന്ന് 20,000 നമുക്കിവിടെ ബാലൻസിങ് ഫിഗർ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്, കിട്ടും. അങ്ങനെ നമുക്ക് വർക്കിംഗ് നോട്ട്സ് കഴിഞ്ഞപ്പോൾ 2 ബാലൻസിങ് ഫിഗർ കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ ഹെഡിങ് എഴുതി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദ ഇയർ എൻഡ് 2016 ആൻഡ് 2017. ഇതിൽ നിന്നും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. ഫസ്റ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കറൻറ്റ് ഇയർ പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. ആ കറൻറ്റ് ഇയർ പ്രോഫിറ്റ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ക്ലോസിംഗ് ബാലൻസ് ഓഫ് P&L നിന്നും ഓപ്പണിംഗ് ബാലൻസ് ഓഫ് P&L മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കറൻറ്റ് ഇയർ പ്രോഫിറ്റ് കിട്ടുന്നത്. പക്ഷേ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് കറൻറ്റ് ഇയർ പ്രോഫിറ്റ് ഓൾറെഡി ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അതിവിടെ ഞാൻ എഴുതി. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് 33,000. അതിൻ്റെ കൂടെ ഞങ്ങൾ ചെയ്യേണ്ടത് നോൺ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള എക്സ്പെൻസസ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ എനിക്ക് നോൺ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള എക്സ്പെൻസ് ഡിപ്രിസിയേഷൻ മാത്രമാണ് ഉള്ളത്. അത് ഞാൻ ആഡ് ചെയ്തു 20,000.
അപ്പോൾ എനിക്ക് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് കിട്ടി 33 + 20,000 53,000. ഇതിൻ്റെ കൂടെ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് ആണ് ഞാനിവിടെ വരുത്തേണ്ടത്. വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് എങ്ങനെയാണ് വരുത്തേണ്ടത്? ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ് വന്നു കഴിഞ്ഞാൽ മൈനസ് ചെയ്യുക, ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ് വന്നു കഴിഞ്ഞാൽ ആഡ് ചെയ്യുക, ഇൻക്രീസ് ഇൻ കറണ്ട് ലൈബിലിറ്റി വന്നു കഴിഞ്ഞാൽ ആഡ് ചെയ്യുക, ഡിക്രീസ് ഇൻ കറണ്ട് ലൈബിലിറ്റി വന്നു കഴിഞ്ഞാൽ മൈനസ് ചെയ്യുക. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടത് എല്ലാം പാർട്ട് 1 വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അത് കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാനായിട്ട്. ഓക്കെ, അങ്ങനെ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് ആണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഈ ബാലൻസ് ഷീറ്റിൽ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ കറണ്ട് അസറ്റും കറണ്ട് ലൈബിലിറ്റീസും നോക്കുമ്പോൾ ഉള്ളത് സ്റ്റോക്ക്, ഡെറ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. ഇതിനെന്താ സംഭവിച്ചേക്കുന്നത് എന്ന് നോക്കുക, ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്നുള്ളത്. അപ്പോൾ ഇവിടെ സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമ്മളത് മൈനസ് ചെയ്തു. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഏതെങ്കിലും എമൗണ്ട് മൈനസ് ചെയ്യണം അല്ലെങ്കിൽ മൈനസ് ഫിഗർ എന്തെങ്കിലും വന്നെങ്കിൽ അത് ബ്രാക്കറ്റിൽ കാണിക്കുക, അപ്പോഴാണ് അത് നമുക്ക് മൈനസ് ചെയ്യാനുള്ളത് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ദെൻ ഡെറ്റേഴ്സ് ഡിക്രീസ് ആണ് ആയേക്കുന്നത്, കറണ്ട് അസറ്റ് ഡിക്രീസ് ആയി, നമ്മൾ ആഡ് ചെയ്തു. ഡിക്രീസ് ഇൻ ക്രെഡിറ്റേഴ്സ്, അതായത് കറണ്ട് ലൈബിലിറ്റി ഡിക്രീസ് ചെയ്തു, ദെൻ നമ്മൾ മൈനസ് ചെയ്യണം. അങ്ങനെ പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസിൻ്റെ കൂടെ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് എല്ലാം കൂട്ടിയും കുറച്ചും വരുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്താണോ അതാണ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഇവിടെ കിട്ടിയേക്കുന്നത് 27,000 ആണ്. ഇത് ഔട്ടർ കോളത്തിൽ എഴുതുക, ബാക്കിയെല്ലാം ഇന്നർ കോളത്തിൽ ചെയ്താൽ മതി. ഓരോ ആക്ടിവിറ്റീസിൻ്റെ ടോട്ടൽ എമൗണ്ട് കിട്ടുന്നത് മാത്രം ഔട്ടർ കോളത്തിൽ എഴുതിയാൽ മതി. ഇവിടെ ഫസ്റ്റ് ആക്ടിവിറ്റി ആയ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയുടെ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി നമുക്ക് കിട്ടി, അത് ഔട്ടർ കോളത്തിൽ എഴുതി. ഇനി വരുന്നതാണ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ഹെഡിങ് കൊടുക്കുക. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ എന്തൊക്കെയാണ് വരും എന്നുള്ളത് ഞാൻ പാർട്ട് 1 പറഞ്ഞിട്ടുണ്ട്, അത് പോയി നോക്കിയിട്ട് വരിക. ഇവിടെ വന്നേക്കുന്നത് പേർച്ചേസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ് മാത്രമാണ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ വരുന്നേക്കുന്നത്. പേർച്ചേസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, മൈനസ് ആണ് ചെയ്യേണ്ടത്. പേർച്ചേസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ് ഇവിടെ 40,000 നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്, വർക്കിംഗ് നോട്ടിൽ നമ്മൾ ഫിക്സ്ഡ് അസറ്റിൻ്റെ അക്കൗണ്ട് ചെയ്തപ്പോൾ നമുക്ക് പേർച്ചേസ് എന്നാണ് കിട്ടിയത്. അപ്പോൾ 40,000 നമുക്ക് നെഗറ്റീവ് ഫിഗർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വേറൊന്നും തന്നെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ഇല്ല. സോ ക്യാഷ് യൂസ്ഡ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് 40,000. കാരണം യൂസ്ഡ് എന്ന് വരാനുള്ളത് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നെഗറ്റീവ് ഫിഗർ ആയതുകൊണ്ടാണ്. യൂഷ്വലി ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിന് എപ്പോഴും നെഗറ്റീവ് ഫിഗർ ആണ് വരിക. അങ്ങനെ 40,000 നെഗറ്റീവ് ഞാൻ ഔട്ടർ കോളത്തിൽ എഴുതി. ഇനി വരുന്നത് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ആണ്. ഇതിനകത്ത് എന്തൊക്കെ വരും എന്നുള്ളതും പാർട്ട് 1 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ വന്നേക്കുന്നത് ഇഷ്യൂ ഓഫ് ഷെയർസ്. ഇഷ്യൂ ഓഫ് ഷെയർസ് വരാൻ കാരണം ഷെയർ ക്യാപിറ്റൽ 2 lakh ആണ് 2016 ഉണ്ടായിരുന്നത്. അത് 2017 എത്തിയപ്പോൾ 3,50,000 ആയി. സോ 1,50,000 ഷെയർസ് ഇഷ്യൂ ചെയ്തു എന്നർത്ഥം. അപ്പോൾ ഇഷ്യൂ ഓഫ് ഷെയർസ് 1,50,000. ദെൻ റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് വരുന്നത് 1 lakh ആണ്. കാരണം 2016 1 lakh ഉണ്ടായിരുന്നു, 2017 ആയപ്പോൾ അതൊന്നും തന്നെ ഇല്ല. അതിൻ്റെ അർത്ഥം റിഡംഷൻ ആണ്. റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് നെഗറ്റീവ് മൈനസ് ചെയ്യേണ്ടതാണ്. സോ 1 lakh മൈനസ് ചെയ്തു. ദെൻ ഡിവിഡൻഡ് പെയ്ഡ് ഇവിടെ ഉണ്ട് 20,000. അത് എല്ലാം കുട്ടിയും കുറച്ചും വരുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് കിട്ടും. അത് ഔട്ടർ കോളത്തിൽ എഴുതുക 30,000. അങ്ങനെ നമുക്ക് 3 എമൗണ്ടുകളാണ് ഇവിടെ വന്നേക്കുന്നത്. ഒന്ന് പോസിറ്റീവ് ഫിഗർ, ഒന്ന് നെഗറ്റീവ് ഫിഗർ, ദെൻ ഒരു പോസിറ്റീവ് ഫിഗർ. ഇത് ആഡും മൈനസും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 17,000 ആണ് ഇവിടെ എമൗണ്ട് കിട്ടുന്നത്. ഇത് പോസിറ്റീവ് ആണെങ്കിൽ അത് നെറ്റ് ഇൻക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസും, ഇല്ല നെഗറ്റീവ് ആണെങ്കിൽ നെറ്റ് ഡിക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസും ആണ്. ഇതിൻ്റെ കൂടെ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആണ് എടുക്കേണ്ടത്. കാരണം നമ്മളിവിടെ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് എടുത്തപ്പോൾ ക്യാഷ് ഞങ്ങൾ എടുക്കാൻ പാടില്ല. കറണ്ട് അസറ്റും കറണ്ട് ലൈബിലിറ്റീസും ഇവിടെ എടുക്കുമ്പോൾ നമ്മൾ ക്യാഷ് മാത്രം എടുക്കില്ല. ക്യാഷ് നമ്മൾ എടുക്കുന്നത് ഇവിടെയാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആഡ് ചെയ്യുക. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് നമുക്ക് എവിടെ കിട്ടും, ബാലൻസ് ഷീറ്റിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ നെറ്റ് ഇൻക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻറ്റിൻ്റെ കൂടെ ഓപ്പണിംഗ് ബാലൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് കിട്ടണം. അപ്പോഴാണ് നമ്മളുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ ക്ലോസിംഗ് ബാലൻസും നമുക്ക് ബാലൻസ് ഷീറ്റിൽ നിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഈ 17,000 കൂടെ 30,000 ആഡ് ചെയ്തപ്പോൾ നമുക്ക് 47,000 കിട്ടി. 47,000 ആണ് നമ്മളുടെ ക്ലോസിംഗ് ബാലൻസ്.
സോ ഇങ്ങനെയാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. എല്ലാവർക്കും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക്